മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അഥവാ വീണ തൈക്കണ്ടിയുടെ ഇടപാടുകളെക്കുറിച്ച് അവർക്ക് ശശിധരൻ കർത്തയുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് ഒക്കെയുള്ള അന്വേഷണം അതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ കമ്പനിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതല്ല, താൻ ഇക്കാര്യം നേരത്തെ തന്നെ തൻ്റെ നാമനിർദ്ദേശ പത്രികയുടെ കൂടെയുള്ള സത്യവാങ്മൂലത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറയുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ശരിയായിരിക്കാമെങ്കിലും ഈ ഒരു ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പണം തട്ടിക്കാനുള്ള ഒരു ഷെൽ കമ്പനിയാണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. കാരണം 10 ലക്ഷത്തോളം രൂപയാണ് വീണയ്ക്ക് ഇതിനകത്ത് ഷെയർ ഉള്ളത് എന്നാണ് മുഹമ്മദ് റിയാസ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ളത്, അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിനകത്തുള്ളത്. നാമനിർദ്ദേശ പത്രികയുടെ കൂടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇതുള്ളത്. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് മാധ്യമപ്രവർത്തകരൊക്കെ പന്തിരങ്കാവിലെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോയിരിക്കുന്നു. അങ്ങനെ ഒരു ഓഫീസ് അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ഒരു കടലാസിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൊരു ബോർഡ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനമേ നടക്കുന്നില്ല. അപ്പോൾ എന്താണ് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് ഷെൽ കമ്പനി എന്ന് പറയുന്നത്? നമുക്കറിയാം, ജയലളിതയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്കും ഇങ്ങനെ ഒരു ഷെൽ കമ്പനി ഉണ്ടായിരുന്നു. കാരണം ഈ ഷെൽ കമ്പനി എന്ന് പറയുന്നതിന് യാതൊരു ഫങ്ഷനും ഇല്ല. പക്ഷേ കൃത്യമായിട്ട് ഇവർ രേഖകളൊക്കെ തന്നെ സർക്കാരിന് കൊടുക്കും, ഇൻകം ടാക്സിന് കൊടുക്കുന്നു, വേണ്ട മറ്റെല്ലാ അധികൃതർക്കും കൊടുക്കുന്നു. എന്താണ് ഇടപാടെന്ന് ചോദിച്ചാൽ ഇവർക്ക് യാതൊരു ഇടപാടും കാണില്ല. പക്ഷേ രേഖകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പണം കിട്ടുന്നു. ആ പണം ജയലളിത എന്ത് ചെയ്യുന്നു? ഈ ഷെൽ കമ്പനിയിലേക്ക് മാറ്റുന്നു. ജയലളിതയും ശശികലയും മാത്രമാണ് ഈ കമ്പനിക്കകത്തുള്ളത്. അപ്പോൾ ഇതാണ് ഷെൽ കമ്പനി എന്ന് പറയുന്നത്. ആളുകളെ അല്ലെങ്കിൽ അധികാരികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് യാതൊരു ആക്ടിവിറ്റിയും ഇല്ല. ഇത് തന്നെയാണ് 2023 തുടങ്ങിയ ഷെൽ കമ്പനി പന്തിരങ്കാവിലെ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ കെട്ടിടം തുറക്കുന്നേ ഇല്ല. ആർക്കും അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയില്ല. അതിനൊരു ബോർഡില്ല. ചെറിയൊരു കടലാസിൽ ഒട്ടിച്ചു വെച്ച ബോർഡ്. ആ കടലാസ് തന്നെ ഈ അടുത്ത കാലത്ത് അന്വേഷണം വന്നു എന്ന് കണ്ടതിനെ തുടർന്ന് വെച്ചതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പറയുള്ള കാര്യം? ഇനി CPM എന്തു പറഞ്ഞാണ് ഈ പിണറായി വിജയൻ്റെ നടപടികളെ ന്യായീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നത് വീണ വിജയനെ ക്വസ്റ്റ്യൻ ചെയ്തതോടുകൂടി ഇതൊക്കെ തന്നെ തൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എന്നുള്ള വിവരം വീണ അധികൃതരോട് പറഞ്ഞു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. കാരണം ഇപ്പോൾ പറയുന്നത് 2.8 കോടി രൂപയാണ് ആരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്? ശശിധരൻ കർത്തയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങളിതാ CPMൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ പാർട്ടി വക്താക്കളായിട്ട് ചാനലിൽ പോകുന്ന ആളുകളൊക്കെ തന്നെ ചോദിച്ചത്, തട്ടിപ്പ് നടത്തിയ പൈസയ്ക്ക് GST ആരെങ്കിലും അടയ്ക്കുമോ? തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളും പാർട്ടിയിലെ ചാനൽ ചർച്ചയിൽ പോയിരുന്ന ആളുകളൊക്കെ തന്നെ പറഞ്ഞ അതാണ്, GST അടയ്ക്കുമോ? ഞങ്ങൾ GST അടച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശശിധരൻ കർത്ത പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു സേവനവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ട് മാത്രം അയാളുടെ മകൾക്ക് കൊടുത്താണ്. അപ്പോൾ ഈ കുറച്ച് പൈസ മാത്രമാണ് ഔദ്യോഗികമായിട്ട് രേഖാമൂലം കൊടുത്തിരിക്കുന്നത്. അതിന് GSTയും കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സേവനവും അവർക്ക് നൽകിയിട്ടില്ല. അപ്പോൾ സേവനം എന്താണ്? സേവനം മുഖ്യമന്ത്രിയായ ആളുടെ മകൾ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു പൈസയാണത്. അപ്പം ഈ റെക്കോർഡിൽ കാണുന്ന പൈസ മാത്രമല്ല. ഇപ്പോൾ വീണ തൈക്കണ്ടിയുടെ കൈപ്പടയിൽ എഴുതിയ കാര്യങ്ങൾ വെച്ച് തന്നെ ഏതാണ്ട് 20 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ED മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ വിദേശത്തേക്ക് അവർ പണം അയച്ചിട്ടുണ്ട്. അതിന് CPMലെ നേതാക്കന്മാരൊക്കെ തന്നെ ഇതിനകത്ത് പങ്കാളികളാണ്. മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ ഇതിനകത്ത് പങ്കാളികളാണ്. ഇപ്പോൾ CPM ആരോപിക്കുന്നത്, അല്ലെങ്കിൽ CPMലെ അണികൾ പറയുന്നത് 180 കോടിയോളം രൂപ ശശിധരൻ കർത്ത പലർക്കുമായി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി കൊടുത്തതിനെക്കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഒരു കുറ്റവാളി പറയുകയാണ്, ഞാനിപ്പോൾ ഒരാളെ അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊന്നിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള ആളുകൾ എന്താ നിങ്ങൾ പിടിക്കാത്തത് എന്ന് ചോദിക്കുന്നത് ഒരു ചോദ്യമാണെങ്കിൽ പോലും ഇയാൾ ചെയ്തതിൽ അല്ലെങ്കിൽ ഇയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അയാളുടെ തെറ്റിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ CPM പറയുന്നത്. വീണ വിജയനെ പോലെ തന്നെ പണം വാങ്ങിയ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇവരുടെ കാര്യമല്ലല്ലോ. ഇവർ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു? ഇതിനകത്തുള്ള പണമിടപാടുകളെക്കുറിച്ച്, കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച്, അതാണ് ആ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി തന്നെ
വീണ വിജയനെതിരായിട്ടും കമ്പനിക്കെതിരായിട്ടുള്ള കുറ്റപത്രം തന്നെ കോടതിയിൽ പോയിരിക്കുന്നു. അപ്പോൾ ഇനി ED പോലും ഇവിടെ കുറ്റപത്രം EDയും കുറ്റപത്രം നൽകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് അധികാരത്തിൻ്റെ മറവിൽ ഇവിടെ ഒരു വ്യവസായിയിൽ നിന്ന് സർക്കാരിൻ്റെ അനുകൂലമായ നിലപാട് അയാൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യവസായിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിവിധ നേതാക്കന്മാരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ പണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. അപ്പോൾ നേരത്തെ CPMൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് 2.8 കോടി രൂപയാണ് അത് ഞങ്ങൾ ടാക്സ് അടച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി പണത്തിന് എന്ത് മറുപടിയാണ് ഇനി CPM നേതാക്കൾ പറയുക? ഇവിടെ വ്യക്തമായിട്ട് വിദേശത്തേക്ക് പണം പോയതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് വ്യക്തമായിട്ട് EDക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനിയും പല പല അക്കൗണ്ടുകളും ഉണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. ഇനി ED വെളിപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട്. കാരണം ഒരു അന്വേഷണ ഏജൻസി എപ്പോഴും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണമെന്നില്ല. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം പത്രങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് അവർ പണം അയച്ചത്, പിന്നെ മറ്റ് വിദേശത്തുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഈ ഷെൽ കമ്പനിയിൽ മറ്റുള്ളവർക്ക് പങ്കാളിത്തം വന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ വ്യക്തമാവുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വിഷയമാണ്. ഇപ്പോൾ വീണ തൈക്കണ്ടിയൊന്നും സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമായ കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമായ കാര്യം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ മകൾക്ക് ഒരു വ്യവസായി പണം കൊടുക്കുന്നു. അപ്പോൾ ആ വ്യവസായിക്ക് പണം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഈ ആളുമായിട്ട് എന്ത് പരിചയമാണുള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് എഗ്രിമെൻ്റാണുള്ളത്, അത് പ്രകാരം എന്ത് സേവനമാണ് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇത് അന്വേഷിക്കണം. ഇത് കൂടാതെ വേറെ എവിടുന്നാണ് ഈ ഇദ്ദേഹത്തിന് പണം വന്നത്? ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ്. ഇനി പുതിയ ക്യാപ്സ്യൂൾ CPM ഇറക്കേണ്ടി വരും. കാരണം അവർക്ക് ഇതുവരെ ഉണ്ടാക്കിയിരുന്ന ക്യാപ്സ്യൂൾ കൊണ്ട് CPMന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അവരുടെ പാർട്ടി അണികൾക്ക്, കാരണം ഏറ്റവും അധികം പാർട്ടി പ്രവർത്തകർ ഏതാണ്ട് 2 മാസത്തിലധികമായിട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. എന്തിനു വേണ്ടിയാണ്? വീണ വിജയൻ്റെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ വന്ന ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തതിന് പാർട്ടി പ്രവർത്തകർ ജയിൽ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് എന്തിനാണ് ഇവരെ പോലെയുള്ള ആളുകളെ സഹായിക്കേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട കാര്യം എന്താണ്? അതിന് പാർട്ടി നേതൃത്വം ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ പാർട്ടിക്ക് നേരായിട്ടുള്ള ആക്രമണമായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇപ്പം തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടും. അപ്പോൾ ഒരു പാർട്ടിക്ക് രാഷ്ട്രീയമായി നേരിടാം, പക്ഷേ നിയമപരമായ കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിടാം. ജനങ്ങളുടെ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരാൾ പണം കൊടുക്കുന്നു, ആ വ്യവസായി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് പണം കൊടുത്തത്, എന്ത് സൗജന്യം ലഭിക്കാനാണ് പണം കൊടുത്തത്, അത് മറുപടി പറയേണ്ട ബാധ്യത CPMനുണ്ട്. അവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ടാക്സ് അടച്ച പണമാണ്, അഗ്രിമെൻ്റ് ഉണ്ട്, 2 കമ്പനികൾ തമ്മിലുള്ള ബന്ധമാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യവസായം നടത്തിക്കൂടെ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് വന്നിരിക്കുന്നു. ഷെൽ കമ്പനി തന്നെയാണെന്നത് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു. കാരണം വലിയൊരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ ബോർഡ് വേണ്ടേ, എന്ത് പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് വേണ്ടേ? അങ്ങനെ ഒരു പ്രവർത്തനവും നടക്കാതെ പണത്തിൻ്റെ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഇത് ജയലളിത ചെയ്തതുപോലുള്ളൊരു പരിപാടിയാണെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഇനി CPMന് പുതിയ ക്യാപ്സ്യൂളുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ CPM നേതൃത്വത്തിന് കഴിയാതെ വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്.